നിയോ ഗ്ലോബൽ വഴി എടുത്ത അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാം? നിയോ ഗ്ലോബൽ ഓഫർ ചെയ്യുന്ന ആ ഒരു 04x ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാങ്ക് അക്കൗണ്ടിന് കൂടുതൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡാണ്. നമ്മുടെ പേരിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. അവർ 2 ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സേവനം നൽകുന്നത്. ഒന്നുകിൽ DCB ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ SBM ബാങ്ക് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് അതാത് ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നിയുടെ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 2 ബാങ്കിൻ്റെയും കസ്റ്റമർ കെയർ ഇമെയിൽ ID കാണുവാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് ബാങ്കിലാണോ അത് ആ ഒരു കസ്റ്റമർ കെയറിലേക്കായിരിക്കണം നമ്മൾ മെയിൽ അയക്കേണ്ടത്. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ആ ഒരു നിയോയുടെ മൊബൈൽ ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് SBM ബാങ്കിലാണെങ്കിൽ SBM ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ ID, DCB ആണെങ്കിൽ DCBയുടെ കസ്റ്റമർ കെയർ ഇമെയിൽ IDയിലേക്ക് മെയിൽ അയക്കുക. ChatGPT ഓപ്പൺ ചെയ്യുക, ഈ ബാങ്കിൻ്റെ അക്കൗണ്ട് എനിക്ക് ക്ലോസ് ചെയ്യണം, അതിനൊരു മെയിൽ വേണമെന്ന് പറയുക. നിങ്ങൾ ബ്രീഫായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ IFSC കോഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മെയിൽ ChatGPT ഉണ്ടാക്കി തരും. അത് നിങ്ങൾ അയക്കുക. മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെയിലിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റീസൺ നിങ്ങൾ കൊടുക്കണം. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബാങ്ക് അക്കൗണ്ടും ക്ലോസ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രൊസീജിയറാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എക്സസ് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, അത് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മുടെ മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം. അത് ഒന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്യാൻസൽഡ് ചെക്ക് ലീഫ് ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. ചെക്ക് ലീഫ് ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ടുകളുടെ നെയിമും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കണം. നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിൻ്റെ നെയിമും നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെക്ക് ലീഫിൽ ആ ഒരു നെയിമും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ നൽകുന്ന ചെക്ക് ലീഫ് ആണെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും അതിനകത്ത് നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കണം. സോ അതും അറ്റാച്ച് ചെയ്ത് മെയിൽ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. DCB ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല. 30 ഡേയ്സ് കഴിഞ്ഞ് ഒരു വർഷത്തിന് താഴെ വരുന്ന ടൈം ഫ്രെയിമിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 250 രൂപ പ്ലസ് GST നമ്മൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് കൊടുക്കണം. സോ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗജന്യമാണ്. ഇനിയിപ്പോൾ നിയോ SBM ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഒന്നും സർവീസ് ചാർജ് സെക്ഷനിൽ കാണുവാനായിട്ട് സാധിച്ചില്ല. സോ ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ മെയിൽ അയക്കുവാൻ നേരത്ത് എന്തെങ്കിലും ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് വെച്ച് റീപ്ലൈ നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു എമൗണ്ട് എത്ര രൂപയാണോ കീപ്പ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. ആ ഒരു എമൗണ്ട് നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. സോ ഇങ്ങനെ അതാത് ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ IDയിലേക്ക് റീസണും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്ത് മെയിൽ അയക്കുക. ഇങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിയോയുടെ, അതായത് ഫിൻടെക് കമ്പനിയായ നിയോയുടെ കസ്റ്റമർ കെയറിൽ നിന്നും ഒരു കോൾ വരും. നിങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കൊടുത്തു എന്ന് പറയാൻ നേരത്ത് അവർ പ്രൊസീജിയർ ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾ ഇന്ന ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ IDയിലേക്ക് മെയിൽ അയക്കാനായിട്ട് പറയും. സോ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നിയോ വഴി ഓപ്പൺ ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. DCB ബാങ്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഒന്നും കൊടുക്കാതെ നമുക്ക് സൗജന്യമായിട്ട് ക്ലോസ് ചെയ്യാം. അക്കൗണ്ട് ആണെങ്കിൽ 0 ബാലൻസ് അക്കൗണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടൂ. ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വെച്ച് നോക്കുവാൻ നേരത്ത് അക്കൗണ്ട് ക്ലോഷർ ചാർജാണ് കുറവായിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുവാൻ നേരത്ത് ഒരു വർഷം ആകാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അത് കൊടുക്കാതെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 250 രൂപ പ്ലസ് GST കൊടുത്താൽ മതിയാകും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി